കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും വലിയ മൊയന്തുകളെ തെരഞ്ഞെടുക്കാൻ ഒരു മത്സരം സംഘടിപ്പിച്ചാൽ അതിൽ രണ്ടും മൂന്നും സ്ഥാനം ആർക്ക് ലഭിക്കും എന്നതിലായിരിക്കും തർക്കം. കാരണം ഒന്നാം സ്ഥാനത്തിന്റെ കാര്യത്തിൽ തർക്കം ഉണ്ടാവാനേ ഇടയില്ല. അത് നമ്മുടെ തിരുവഞ്ചൂര് തന്നെ അടിച്ചോണ്ട് പോകും. ഒരു ഭൂലോക ദുരന്തമാണ് താനെന്ന് പല തവണ തെളിയിച്ചതാണ് മൂപ്പര്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തിരുവഞ്ചൂര് ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞ കാര്യം കേട്ട് മലയാളികൾ അന്തം വിട്ടിരുന്നു. അടുത്ത തവണ പിണറായി അല്ലെങ്കിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരില്ലെന്ന് പറഞ്ഞ അദ്ദേഹം അതിന് പറഞ്ഞ കാരണമാണ് ബഹുരസം. അപ്പോ ഇവിടെ കണക്കുകൾ വെച്ച് നോക്കിയാൽ 11 മാസം കൂടി കഴിഞ്ഞ് അപ്പുറത്തേക്ക് 11 മാസത്തിനുള്ളിൽ ഇനി എന്തല്ല വരാൻ പോകുന്നത്? ഈ മൺസൂൺ കാലത്ത് ഒരു പ്രളയം, അതിനുശേഷം ഒരു വരൾച്ച, അതിനുശേഷം വളരെ സാമ്പത്തിക രംഗമാണെങ്കിൽ വളരെ സാമ്പത്തിക രംഗം ഒരു മുമ്പ് മന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ സംസ്ഥാന ഫിലിം അവാർഡ് പ്രഖ്യാപനം നാം മറന്നിട്ടില്ല. അന്ന് തെരഞ്ഞെടുക്കപ്പെട്ട നല്ല സിനിമയേക്കാൾ പണം വാരി ആ അവാർഡ് പ്രഖ്യാപന വീഡിയോ ഇപ്പോഴിതാ മൂപ്പർ മറ്റൊരു ദുരന്തത്തിന് ശക്തമായ പിന്തുണയുമായി പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആകെ കാവ്യവൽക്കരിക്കാനായി കേന്ദ്ര BJP സർക്കാർ കച്ചകെട്ടി ഇറക്കിയ മുതലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. കേരളത്തിലെ മുഴുവൻ യൂണിവേഴ്സിറ്റികളുടെയും നിയന്ത്രണം സംഘികളുടെ കൈകളിൽ എത്തിക്കാൻ പെടാപ്പാടുപെടുന്ന ഒരു മനുഷ്യൻ. കേരളത്തോടും മലയാളികളോടും പ്രത്യേകിച്ച് പിണറായി വിജയനോടും ഒടുക്കത്ത മുഹബത്താണ് ഈ കക്ഷിക്ക്. കേരളത്തിന്റെ ഗവർണറായിരുന്ന് കേരളത്തിനെതിരായി പണിയെടുക്കുന്ന മഹാൻ. ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാർ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാതെ അവയ്ക്കുമേൽ അടയിരിക്കുന്ന അപൂർവ ഇനം ഗവർണർ. ഇടതു വലത് ഭേദമന്യേ എല്ലാ മതേതര വിശ്വാസികളുടെയും വെറുപ്പ് സ്വന്തമാക്കിയ ആരിഫ് മുഹമ്മദ് ഖാൻ. ആ ആരിഫ് മുഹമ്മദ് ഖാൻ കാലാവധി പൂർത്തീകരിച്ച് പോകുമ്പോൾ കേരളത്തിലെ സംഘികളല്ലാത്ത മറ്റാരും സന്തോഷിക്കാൻ ഇടയില്ല. അവിടെയാണ് നമ്മുടെ തിരുവഞ്ചൂരിന് മാത്രം സങ്കടം. കേരളത്തിന് എങ്ങനെ പാര പണിയാമെന്ന് ഗവേഷണം നടത്തുന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ മനസ്സ് നിറയെ നന്മയാണെന്നാണ് തിരുവഞ്ചൂരിന്റെ കണ്ടുപിടുത്തം. അടുത്ത 5 വർഷം കൂടി കേരളത്തിൽ ഗവർണറായി തുടരട്ടെ എന്ന ആശ പങ്കുവെച്ച തിരുവഞ്ചൂർ അതിനായി പ്രാർത്ഥിക്കുമെന്നും പറഞ്ഞു. അതെങ്ങനെ? എന്നും ദുരന്തങ്ങളിലാണല്ലോ തിരുവഞ്ചൂരിന് പ്രതീക്ഷ. പ്രളയം, വരൾച്ച, ഇപ്പൊ ഇതാ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്ന വാർത്ത ഇങ്ങനെയാണ്. ആരിഫ് മുഹമ്മദ് ഖാന്റെ മനസ്സിൽ നന്മയുണ്ട്. ഗവർണർ സ്ഥാനത്ത് തുടർച്ച ആശംസിച്ച് തിരുവഞ്ചൂർ. കോട്ടയം. ഗവർണർ സ്ഥാനത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ 5 വർഷം കൂടെ തുടരട്ടെയെന്ന് കോൺഗ്രസ് നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. കോട്ടയം സൂര്യകാലടി മനയിലെ വിനായക ചതുർത്ഥി സമാരംഭ സഭ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടകനായ ചടങ്ങിൽ അദ്ദേഹം വേദിയിലിരിക്കെയായിരുന്നു പരാമർശം. മലയാളത്തിലുള്ള തിരുവഞ്ചൂരിന്റെ പ്രസംഗത്തെ ചിരിയോടെയും കയ്യടയോടെയും ഗവർണർ സ്വാഗതം ചെയ്തു. ഗവർണർ അടുത്ത 5 വർഷം കൂടി ഈ കേരളത്തിൽ തന്നെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ മനയിൽ വന്നുപോയി പ്രാർത്ഥനാനിരതമായ അന്തരീക്ഷത്തിൽ നിന്ന് മടങ്ങുന്നവരാരും ഒരു വിഷമത്തിലും പെട്ടിട്ടില്ല. അവർ ശ്രേയസിലേക്ക് വരികയുള്ളൂവെന്ന് എനിക്ക് നന്നായി അറിയാം. 5 വർഷം പൂർത്തിയാക്കുന്ന ഗവർണർക്ക് വീണ്ടും സംസ്ഥാനത്തിന്റെ തലവൻ എന്ന നിലയിൽ നിൽക്കാനാവും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് എന്നായിരുന്നു തിരുവഞ്ചൂരിന്റെ വാക്കുകൾ. പരാമർശം വാർത്തയായതോടെ പ്രതികരണം തേടിയ മാധ്യമങ്ങളോട് തിരുവഞ്ചൂർ നിലപാട് ആവർത്തിച്ചു. സ്ഥാനത്തുണ്ടായിരുന്ന 5 കൊല്ലം അദ്ദേഹം സാന്നിധ്യം നന്നായി അറിയിച്ചു. അതിൽ ശരി കാണുന്നവരും തെറ്റ് കാണുന്നവരുമുണ്ട്. അദ്ദേഹത്തിന് സ്ഥാനം നീട്ടിക്കൊടുക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരും രാഷ്ട്രപതിയുമാണ്. നീട്ടിക്കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കേരളത്തിലുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാന്റെ മനസ്സിൽ നന്മയുണ്ടെന്ന വിശ്വാസക്കാരനാണ് താൻ. അത് സമൂഹത്തിന് ഗുണം ചെയ്യുന്ന വിധത്തിൽ പോസിറ്റീവായി വിനിയോഗിക്കാൻ പറ്റണം. ആ നിലക്ക് അദ്ദേഹത്തിന് നീട്ടിക്കിട്ടണമെന്നതിൽ തർക്കമൊന്നുമില്ലെന്നും തിരുവഞ്ചൂർ വ്യക്തമാക്കി. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.